ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ന്യൂസ് തട്ടടയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ചെറിയൊരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോഴുള്ള ഒരു റോഡ് ട്രിപ്പ് പോലെയാണ് പോയത്. ചെറിയ ചെറിയ ഗ്ലിംസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഗോവയിൽ മെയിനായിട്ട് ബീച്ചസും അതേപോലെ തന്നെ ഇപ്പോൾ കാണുന്ന ഈ പള്ളിയാണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് പുണ്യാളൻ്റെ പള്ളിയാണ്, പുണ്യാളനെ അടക്കിയിരിക്കുന്ന പള്ളിയാണ്. ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 400 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ പുണ്യാളനെ കാണാനായിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറി. പള്ളിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം. അതിൻ്റെ ഉള്ളിൽ ആൾത്താരെയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പണ്ടത്തെ കാലത്ത് അച്ഛന്മാർ സുവിശേഷം പ്രസംഗിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്, മുകളിലായിട്ട് നിൽക്കുന്നത്. പിന്നെ അതേപോലെ ഇത് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൻ്റെ കുരിശിൻ്റെ വഴി, അതാണ് ആ ഒരു പിക്ചറിൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു മെയിനായിട്ടൊരു സംഭവം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ആൾക്കാർ നമ്മുടെ പാട്ടൊക്കെ പാടത്തില്ലേ, അപ്പം പണ്ട് കുർബാനയ്ക്ക് പാട്ട് പാടാനായിട്ട് അവർ യൂസ് ചെയ്തിരുന്ന ഓർഗൻ വെച്ചിട്ടുണ്ടായിരുന്നു മേളിൽ. അതെ, ഇതാണ് ആ ഓർഗൻ. ഭയങ്കര വലുത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് കാണുന്നത്, പണ്ടത്തെ കാലത്തെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ മുന്നിലേക്ക് പോവാണ്. ഇവിടെ കുർബാന നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതല്ലാണ്ട് വേറൊരു പുതിയ പള്ളിയും കൂടി ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ടേൺ ചെയ്ത് വരുമ്പോൾ അവിടെയാണ് പുണ്യാളനെ അടക്കിയിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും, ചെറുതായിട്ട് കാണാൻ പറ്റുള്ള. മേളിലൊരു പെട്ടി പോലെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് പുണ്യാളനെ കിടത്തിയിരിക്കുന്നത്. അപ്പം കാണുന്നത്, ആ മേളിൽ കാണുന്നതാണ് പുണ്യാളനെ, അവിടെയാണ് കിടത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ വലുതായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ പുണ്യാളനെ 10 വർഷം കൂടുമ്പോഴാണ് കേട്ടോ പുറത്തേക്ക് എടുക്കുന്നത്. ഇതെൻ്റെ ഫോട്ടോയാണ്, 10 വർഷം മുമ്പ് എടുത്ത ഒരു ഫോട്ടോ പുണ്യാളൻ്റെ. പിന്നെ അതുകൂടാണ്ട് പുണ്യാളൻ ഉപയോഗിച്ചിരുന്ന ഉടുപ്പ്, അതാണത്. അങ്ങനെ പള്ളിയൊക്കെ കണ്ട് പുണ്യാളനോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ആ പള്ളിയുടെ സ്ഥലത്തോടെയൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് എല്ലാം ഒന്ന് കാണുമായിരുന്നു. നല്ല രസമുണ്ട് ആ പള്ളി കാണാനായിട്ട്. ചെങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പള്ളിയാണ്, നല്ലൊരു ഭംഗി. അതാണ് പുതിയ പള്ളി, അപ്പുറത്തെ സൈഡിൽ വെള്ള കളറിലുള്ളത്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തു. ഭയങ്കര വെയിലാണേ. അപ്പം നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ ഫോട്ടോസ് കാണാം.